സ്റ്റാർട്ട് ചെയ്തു. ഹലോ, ഗുഡ് മോർണിംഗ്. സ്റ്റാർട്ട് ചെയ്താലോ? യെസ് യെസ് സ്റ്റാർട്ട് ചെയ്യാം. വോയിസ് ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ. ഓക്കെ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. വെസ്റ്റീജ് ഫാമിലി ആൻഡ് ലീഡേഴ്സ്, വെരി ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഫൗസിയ സനിയർ. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്നാണ് വരുന്നത്. എന്നെ വെസ്റ്റീജുമായി കണക്ട് ചെയ്തിരിക്കുന്നത് ഷെമി മാഡമാണ്. മാഡത്തിന് ഈ അവസരത്തിൽ നന്ദി പറയുന്നു. എല്ലാ വ്യാഴാഴ്ചയും പതിവ് പോലെ നടത്തി വരുന്ന സ്പെഷ്യൽ വെൽനസ് പ്രൊഡക്റ്റിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ സെക്ഷനിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്ന പ്രൊഡക്റ്റിന്റെ പേര് സീബക്ത്രോൺ എന്ന പ്രൊഡക്റ്റ് ആണ്. എല്ലാവരും അവരവരുടെ വിലപ്പെട്ട 1 മണിക്കൂർ സമയം ഇതിനു വേണ്ടി മാറ്റിവെക്കുക. എല്ലാവരും ഒരു നോട്ട്ബുക്കും പേനയും കരുതുക. ഇതിൽ നിന്ന് നമുക്ക് നല്ല നല്ല പോയിന്റുകൾ ലഭിക്കുന്നതാണ്. മാക്സിമം എല്ലാവരും പ്രയോജനപ്പെടുത്തുക. നല്ല നല്ല പോയിന്റുകൾ നോട്ട് ചെയ്തു വെക്കുക. ഈ സെക്ഷൻ നമുക്ക് നല്ല രീതിയിൽ നല്ല ഡീപ്പായി തന്നെ വളരെയേറെ പ്രൊഡക്റ്റ് നോളജ് ഉള്ള നമ്മുടെ പാലക്കാട് ജില്ലയിലെ തുലാപ്പള്ളി സ്വദേശിയും ഞങ്ങളുടെ മെന്ററുമായ നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട അച്ചു സാറാണ് ഈ സെക്ഷൻ കൈകാര്യം ചെയ്യുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടിയും ഏറെ ബഹുമാനത്തോടു കൂടിയും അതിലേറെ സ്നേഹത്തോടെ സാറിനെ ഈ സെക്ഷനിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഹാപ്പി വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. കാണുന്നുണ്ടല്ലോ അല്ലെ? കാണുന്നുണ്ടോ? കാണാം സാർ, കാണാം, കേൾക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച് മാഡം. ഫൗസി മാഡം എന്നെ വളരെ നന്നായിട്ട് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ നമ്മൾ 1 മണിക്കൂർ നേരം അല്ലെ, 1 മണിക്കൂർ നേരം എല്ലാ വ്യാഴാഴ്ചയും നമ്മൾ പ്രോഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നു. ആർ യു റെഡി? റെഡിയാണോ? യെസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഒരുപാട് പേര് റെഡിയാണ്. ഗുഡ് മോർണിംഗ് ഓൾ വെസ്റ്റീജ് ബ്രാൻഡ് അംബാസിഡേഴ്സ്, ലീഡേഴ്സ്. വെൽക്കം ടു സ്പെഷ്യൽ വെൽനസ് പ്രോഗ്രാം. ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്ന വളാഞ്ചേരി DLCPയും അതുപോലെ തന്നെ കേരളത്തിലെയും മറ്റെല്ലാ സംസ്ഥാനത്തിലെയും DLCP എല്ലാം കൂടി കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. DLCP മാനേജ്മെന്റിനും DLCP ഓപ്പറേഷൻസ് വിഭാഗവും അതുപോലെ തന്നെ നമുക്ക് ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് നമുക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്ന വെസ്റ്റീജ് മാനേജ്മെന്റിന്, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് വിങ്ങിനും ഒക്കെ നന്ദി പറയുന്നു. കൂടാതെ നമ്മുടെ കൊച്ചി ബ്രാഞ്ച് ഹെഡ് ജിനേഷ് സാറ്, സോണൽ സെയിൽസ് മാനേജർ അശോക് സാറ്, നമ്മുടെ എന്നും കൂടെയുള്ള ASM വിഷ്ണു സാറ്, അതുകൂടാതെ തന്നെ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്ന ഒരുപാട് DUCDകളും DCDകളും UCDയും ക്രൗൺ ആൻഡ് എബോവ് ലീഡേഴ്സ് ഒക്കെ നമുക്കുണ്ട്. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് നമ്മുടെ DCD സുധീഷ് സാറാണ്, മാറനാട്. അദ്ദേഹം നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ടുകളെല്ലാം തരുന്ന അദ്ദേഹമാണ്. അതോടൊപ്പം തന്നെ വളാഞ്ചേരി DLCP MD സലീന മാഡം, നമുക്ക് സ്ക്രീനൊക്കെ ഷെയർ ചെയ്യുന്ന നമ്മുടെ ദുബായിൽ നിന്ന് ഷാജി മിത്തൽ സാറ്, അങ്ങനെ എല്ലാവരും പരസ്പരം കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ ഒരു സെഷൻ ഇവിടെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിലുപരി എന്നെ വെസ്റ്റീജുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന എന്റെ മെന്റർ കൂടിയായിട്ടുള്ള ക്രൗൺ ഡയറക്ടർ കൃഷ്ണ സാറിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇന്ന് പങ്കെടുക്കുന്ന എല്ലാ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും നന്ദി പറയുന്നു. ദൈവത്തോടും നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോടും നമ്മുടെ ഓരോരുത്തരെയും ടീം മെമ്പേഴ്സിനോടും നന്ദി പറയുന്നുകൊണ്ട് ഈ സെഷൻ ഇവിടെ നമ്മൾ ആരംഭിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഒരു സന്ദേശത്തോടുകൂടെ നമുക്ക് ആരംഭിക്കാം അല്ലെ? റെഡി അല്ലേ? നമ്മൾ സാധാരണ പല പുതിയ ആളുകളൊക്കെ ധാരാളം പേരുണ്ടാവും. എല്ലാ സെഷനിലെ പോലെയല്ല, നിങ്ങൾ 1 മണിക്കൂർ നേരം മാറ്റി വെച്ചാൽ ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. ഈ ഇൻഫർമേഷൻ കൊണ്ട് തന്നെ പലരുടെയും ബിസിനസ് വോള്യത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് അറിയാനും കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു സന്ദേശം തുടങ്ങാം അല്ലെ? ക്ഷീണം കൊണ്ട് എന്റെ ശ്രമം നിർത്താൻ തോന്നുമ്പോൾ എന്റെ എതിരാളി എന്താണ് ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അയാൾ ശ്രമം തുടർന്ന് കണ്ടാൽ ഞാനും എന്റെ ശ്രമം തുടർന്നുകൊണ്ടിരുന്നു. അയാൾ വിശ്രമിക്കുന്നത് കണ്ടാലാകട്ടെ എന്റെ കൂടുതൽ ഊർജം, ആ ഊർജ്ജസ്വലതയോടുകൂടി ശ്രമം തുടരുകയാണ് ചെയ്യുന്നത്. ഡാൻ ഗേബിൾ എന്ന ഒളിമ്പിക്സ് മെഡൽ ജേതാവിന്റെ വാചകമാണ് ഇവിടെ പറഞ്ഞത്. ഇവിടെ നമുക്ക് എതിരാളികളൊന്നുമില്ല.
നമ്മൾ തന്നെയാണ് നമ്മുടെ എതിരാളികൾ. നമ്മൾ വിശ്രമിച്ചാൽ നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകാനും അതുപോലെ വിശ്രമിക്കും. അതുകൊണ്ട് 2025 നമുക്ക് എല്ലാവർക്കും ഒരു വലിയ മാറ്റത്തിന് കമ്പനി തയ്യാറെടുക്കുന്നതും കമ്പനി അതിന്റെ പീക്ക് ലെവലിലേക്ക് എത്തുന്ന പോലെ നമ്മൾ ഓരോരുത്തർക്കും വിജയമുണ്ടാവട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സെഷനിലേക്ക് കടക്കുകയാണ്. റെഡി? യെസ്. നമുക്ക് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ ഒരു റിസൾട്ട് ഉള്ളതും പക്ഷെ പെട്ടെന്നൊന്നും അധികം ആരുടെയും ശ്രദ്ധയിൽ എത്താത്ത ഒരു പ്രോഡക്റ്റ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ധാരാളം പേര് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ എങ്കിലും ഈ പ്രോഡക്റ്റിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഡീപ്പായിട്ടുള്ള ഒരു അവയർനെസ് അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പലർക്കും അറിയാത്തതുകൊണ്ട് അത്രയും ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ്. ഒരു പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ച സമയത്ത് എനിക്ക് മറ്റെല്ലാ പ്രോഡക്റ്റിനേക്കാൾ കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് തോന്നിയ ഒരു പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഇന്ന് ആദ്യം അതിന്റെ ഹിസ്റ്ററിയിലേക്ക് പോവുകയാണ്. ഓക്കെ, ഈ ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അന്നത്തെ ആളുകളുടെ അല്ലെങ്കിൽ അന്നത്തെ പഴമയിലുള്ള ആളുകളുടെ ആക്റ്റീവ് ലൈഫിനെ സഹായിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവരുടെ എല്ലാ ജീവിതത്തെയും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അമൂല്യ ഔഷധമാണ് വെസ്റ്റീജ് നമുക്കും തന്നിരിക്കുന്നത്. അതാണ് സിബക്ത്രോൺ എന്ന പ്രോഡക്റ്റ്. ഈ സിബക്ത്രോൺ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 12,000 അടിയും 16,000 അടിയും ഇടയിലുള്ള സ്ഥലത്ത്, പൊതുവെ മനുഷ്യവാസം ഒന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഏതാണ്ട് 3 മുതൽ 4 അടി മാത്രം ഉയരമുള്ള ഒരു കുറ്റിച്ചെടി വിഭാഗത്തില് മഞ്ഞയും സ്വർണവും നിറത്തിൽ കളന്ന ഒരു കായ രൂപത്തിലുള്ള ഒരു വണ്ടർ ബെറി അല്ലെ, ഒരു അത്ഭുത സസ്യമാണിത്. ഇതിനെക്കുറിച്ച് പഠിക്കുന്ന സമയത്താണ് മനസ്സിലാവുന്നത് ഇത് എത്രത്തോളം അത്ഭുത സസ്യമാണെന്ന് നമുക്ക് വരുന്ന സമയങ്ങളിലൊക്കെ മാറും. ഇതില് വൈറ്റമിൻസ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കലവറയാണ്. വൈറ്റമിൻ എ ഉണ്ട്, ഞാൻ അതിന് ഡീപ്പായിട്ടൊക്കെ പോകുന്നുണ്ട്. വൈറ്റമിൻ എ ഉണ്ട്, ബി ഉണ്ട്, മിനറൽസ് ഉണ്ട്, സിങ്കും അയണും മെഗ്നീഷ്യം ഒക്കെ ഇതിൽ ധാരാളം ഉണ്ട്. അതുപോലെ വൈറ്റമിൻ എയുടെയും ബി കോംപ്ലക്സ് ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, ഇ ഉണ്ട്, കെ ഉണ്ട്, പി ഉണ്ട്. അങ്ങനെ ഒമേഗ 3യിലേക്ക് പോകണമെങ്കിൽ ഒമേഗ 3, 6, 9, 7 അങ്ങനെ ഫാറ്റി ആസിഡിലേക്ക് പോകുമ്പോൾ അമിനോ ആസിഡിലേക്ക് പോകുമ്പോൾ അങ്ങനെ നമ്മുടെ തലമുടി മുതൽ കാൽപാദം വരെയുള്ള എന്തെല്ലാം ആരോഗ്യത്തിന് വേണ്ടത് നിലനിർത്താൻ പറ്റുന്ന ഒരു ഡിവൈൻ ആയിട്ടുള്ള ഒരു മൃതസഞ്ജീവിനിയാണ് എന്ത്? സിബക്ത്രോൺ. ക്ലിയർ ആണോ? ഇത് പരിചയപ്പെടുന്നതും നമ്മുടെ കൈകളിൽ എത്തിച്ചതും ഏഷ്യയിലെ ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ കമ്പനി ആയിട്ടുള്ള വെസ്റ്റീജ് അതിന്റെ പ്രൈം കാറ്റഗറിയിൽ തന്നെ തന്നിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് സിബക്ത്രോൺ. ഇതാണ് ഹിസ്റ്ററിയുടെ ആദ്യ ഭാഗം. ഓക്കെ, നമ്മുടെ മനുഷ്യ ശരീരത്തിലെ, ഞാൻ നേരത്തെ പറഞ്ഞു ലോകത്തിൽ അതിവേഗം വളരുന്ന കമ്പനിയാണ് നമ്മൾ. ആ ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ഓരോരുത്തരും അറിഞ്ഞോ അറിയാതെ എത്തിയിരിക്കുന്നത്. ഇപ്പൊ സുശ്രുത സംഹിതയില്, ആരോഗ്യ സംഹിതയിൽ പറയുന്ന ഒരു വാചകമുണ്ട്. എവിടെയാണ് ആരോഗ്യം എന്ന് ചോദിച്ചാൽ മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും സാമ്പത്തികപരമായിട്ടുള്ള ആരോഗ്യവും മൂന്നും സമാസമം ചേരുമ്പോൾ ആരോഗ്യം എന്ന് പറയാൻ പറ്റും. നമ്മൾ ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, സുശ്രുത സംഹിതയിൽ പറഞ്ഞിരിക്കുന്നത് മാനസിക ആരോഗ്യവും ശാരീരിക ആരോഗ്യവും സാമ്പത്തിക ആരോഗ്യവും സമാസമം ചേരുമ്പോൾ ആരോഗ്യത്തിലേക്ക് എത്തുന്നു. ഇവിടെ വെസ്റ്റീജ് ഇത് മൂന്നും നമ്മളിലേക്ക് തരുന്നുണ്ട്. മാനസിക ആരോഗ്യം തരുന്നുണ്ട് അല്ലേ, സാമ്പത്തികമായിട്ടുള്ള നമ്മളെ ഉന്നതി എത്തുന്നുണ്ട് അല്ലേ, ആരോഗ്യം തരുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഇത് അക്സെപ്റ്റ് ചെയ്യുന്നവരൊക്കെ ചാറ്റ് ബോക്സിൽ എന്ന് ടൈപ്പ് ചെയ്യൂ. എന്തിനാ ഇങ്ങനെ ചെയ്യണമെന്നറിയോ? നമ്മുടെ ടീമിന്റെ പാർട്ട്നേഴ്സ് അല്ലേ, അവരും കാണുന്നുണ്ടാവും. യെസ്, എന്റെ ലീഡർ ഇതൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നും. അതിനു വേണ്ടിയിട്ടാ. നിങ്ങൾ നോക്കൂ, യെസ്, ധാരാളം പേര് റെഡിയാണ്, അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. യെസ്, നമ്മുടെ ശരീരത്തിലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ തലമുടി കൊഴിച്ചിലുണ്ട് അല്ലെ, താരൻ, നമ്മുടെ മുടിയിലൊന്ന് തുടങ്ങുകയാണ്. അസുഖങ്ങളിലേക്ക് തുടങ്ങുമ്പോൾ തലമുടിയിലാണെങ്കിൽ മുടി കൊഴിച്ചിലുണ്ട്, മുടി താരൻ ഉണ്ടാവാറുണ്ട്. ഇനി കുറച്ചുകൂടി ഡീപ്പായിട്ട് പോയ ബ്രെയിൻ ലോസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഓർമ്മക്കുറവുകളുണ്ട്, ട്യൂമർ അല്ലെ അവിടെ ഉണ്ടാവാറുണ്ട്, മൈഗ്രെയിൻ ഉണ്ടാവാറുണ്ട്. ഇനി അല്പം താഴോട്ട് ഇറങ്ങുന്നു, കണ്ണിന്റെ കാഴ്ച കുറവുണ്ട്, കാഴ്ചയുടെ വൈകല്യങ്ങളുണ്ട്. ഇനി അടുത്തതിലേക്ക് പോകണം, ബ്രീത്തിങ്, ശ്വാസോച്ഛ്വാസം എടുക്കുന്ന സമയത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളുണ്ട്, ആസ്മ പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് വരുന്നുണ്ട്. ഇനി പല്ലിലേക്ക് വരികയാണെങ്കിൽ വായ്നാറ്റം അല്ലെ ക്യാവിറ്റി. ഇനി കുറച്ചുകൂടി താഴോട്ട് ഞാൻ ഇറങ്ങുകയാണെങ്കിൽ തൈറോയിഡ് അല്ലെ, ഹൈപ്പർ തൈറോയിഡ്,
ടോൺസിലൈറ്റിസ്, അങ്ങനെ നമുക്കുണ്ടാവുന്ന, ഇനി കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങുമ്പോൾ ഹാർട്ടിലെ ബ്ലോക്ക്, ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ ലിവറിലേക്ക് നോക്കുമ്പോൾ ലിവർ സിറോസിസ്, ഇനി പാൻക്രിയാസിലേക്ക് പോകണമെങ്കിൽ അവിടെ ഡയബറ്റിക് പ്രോബ്ലങ്ങൾ, ലങ്സിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയും ശ്വാസകോശമായിട്ടുള്ള പ്രശ്നങ്ങൾ, ബ്രോങ്കൈറ്റിസ്, ഗ്യാസ്, അസിഡിറ്റി, അലർജി പ്രശ്നങ്ങൾ. ഇങ്ങനെ നമുക്ക് നോക്കുന്ന സമയത്ത് ഇനി കുറച്ചുകൂടി താഴോട്ട് പോകുമ്പോൾ വന്ധ്യത, അല്ലെ, പിന്നെ ബാക്ക് പെയിൻ, കുറച്ചുകൂടി താഴോട്ട് പോയി കഴിഞ്ഞാൽ ഓസ്റ്റിയോപൊറോസിസ് പോലെയും ജോയിന്റ് പെയിനുകൾ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ, യൂറിക് ആസിഡ് പ്രശ്നങ്ങൾ, അങ്ങനെ മുടി കൊഴിച്ചിലും നഖം വരെയുള്ള, അങ്ങനെ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെ ടോട്ടൽ ഒരു തരത്തിലല്ലെങ്കിൽ മറുതരത്തിൽ നമുക്ക് ധാരാളം ഹെൽത്ത് ചലഞ്ചസുകൾ ഇന്ന് നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മളിൽ പലർക്ക് അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദ വലയത്തിലെ എല്ലാവർക്കും ഉണ്ട്. ഇതിനെല്ലാത്തിനും കൂടെ ഒരു സൊല്യൂഷനാണ് വെസ്റ്റീജും. അതിലൊരു സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഡിവൈൻ പ്രൊഡക്റ്റ് ആണ് സിബക്ട്രോൺ. ഈ മഞ്ഞയിൽ സ്വർണം കലർന്ന നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് നമ്മൾ ഇന്ന് ഡീപ്പായിട്ട് പോകുന്നു. അപ്പൊ നമ്മൾ ഇന്ന് പല ആളുകളും പലതരത്തിലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ഇല്ലേ? ഞാൻ പറയുന്നത് പല ആളുകളും നമ്മുടെ ഫാമിലിയിലൊക്കെ ഉണ്ട്, ധാരാളം മരുന്ന് കഴിക്കുന്നു. ആരോഗ്യം നിലനിർത്താൻ വേണ്ടി മരുന്ന് കഴിച്ചുള്ളൂ, അല്ലെ? ജീവിതം ഭക്ഷണത്തിനേക്കാൾ കൂടുതൽ എന്താണോ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവിനേക്കാൾ കൂടുതൽ മരുന്നുകൾ കഴിക്കുന്ന ആളുകളാണ് ഇന്ന് ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരുപാട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു പോകുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ഹെൽത്ത് സപ്ലിമെന്റിലൂടെ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്ന രീതിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ നമ്മുടെ ശരീരത്തിലെ വിവിധ ആരോഗ്യ പ്രശ്നങ്ങളെ തരണം ചെയ്യാനും അത് വരാതിരിക്കാനും അതിന് വേണ്ട ഒരു സസ്യമാണ്, പ്യൂർലി വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരു കാറ്റഗറിയുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സിബക്ട്രോൺ. ഇനി ഇതിന്റെ ഒരു ഹിസ്റ്ററി ഒന്നുകൂടെ ബാക്കിലോട്ട് പോവുകയാണെങ്കിൽ, രാമായണത്തില് രാമരാവണ യുദ്ധം നടക്കുന്ന സമയത്ത് ലക്ഷ്മണൻ ബോധം പോയ സമയത്ത് ശ്രീരാമൻ ഹനുമാനോട് പറയുന്നുണ്ട് മൃതസഞ്ജീവനി കൊണ്ടുവരാൻ. അവിടെ ചെന്നപ്പോ മരുത്വാമലയില് എത്തിയ സമയത്ത് പേര് മറന്നു പോവുകയും അല്ലെങ്കിൽ ചെടിയുടെ എന്താണോ എന്ന് മനസ്സിലാവാതിരിക്കുന്ന സമയത്ത് ഹനുമാൻ ആ മരുത്വാമലം ഫുള്ളായി എടുത്തിട്ട് തിരിച്ചു വരികയാണ്. നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, മൃതസഞ്ജീവനി എന്ന് അടിച്ചു കൊടുത്താൽ, സെർച്ച് ചെയ്താൽ 90% പോകുന്നത് നേരെ നമ്മുടെ സിബക്ട്രോണിലേക്കാണ്. അതാണ് സിബക്ട്രോൺ നമ്മുടെ മൃതസഞ്ജീവനി ആയിട്ട് അറിയപ്പെടുന്നത്. സോ ഈ ഒരു പ്രോഡക്റ്റ് ഇന്ന് നമ്മളെല്ലാവരും പരിചയപ്പെടുന്നു. റെഡി? അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ നേരത്തെ ഇമ്മ്യൂണിറ്റി, അല്ലെ, നമുക്ക് ഇമ്മ്യൂണിറ്റിയിലേക്ക് ഒന്ന് പോകാനുണ്ട്. ഇമ്മ്യൂണിറ്റിയിലേക്ക് പോകുമ്പോൾ എന്താണ്? നമ്മുടെ രോഗപ്രതിരോധ സംവിധാനത്തെ താളം തെറ്റിക്കുക. രോഗപ്രതിരോധ സംവിധാനങ്ങളെ താളം തെറ്റിക്കുന്ന എന്താണ്? ഒന്നുകിൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ വരിക, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ തന്നെ ഏതെങ്കിലും തരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇങ്ങനെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബാധിക്കാൻ പറ്റുന്ന ക്യാൻസർ ഇന്റേണലി ആണ്, അല്ലെ? പാൻക്രിയാസിലെ പ്രശ്നങ്ങൾ ഇന്റേണൽ ആണ്. ഇനി ഇപ്പൊ പുതിയ വൈറസുകളൊക്കെ ഇങ്ങനെ തുറന്നു വിട്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കുന്ന ഒരു പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ഇമ്മ്യൂണിറ്റിനെ കുറിച്ച് നമ്മൾ പോകുന്ന സമയത്ത് ധാരാളം നമ്മുടെ ശരീരത്തിന് റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഇൻഫെക്ഷനെ പ്രതിരോധിക്കാൻ കഴിയാതെ പോയി നമ്മുടെ ശരീരത്തിൽ ധാരാളം പ്രശ്നങ്ങളിലേക്ക് എത്തുക, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാവുന്ന വിവിധ തരത്തിലുള്ള ബാക്ടീരിയ ആയിക്കോട്ടെ, വൈറസ് ആയിക്കോട്ടെ, ഫംഗൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ, ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ട് നമ്മുടെ ശരീരത്തെ പൂർണ്ണമായിട്ടും തളർത്തിയെടുക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്നു. ഇതിനെ നമ്മൾ പ്രതിരോധിക്കണമെങ്കിൽ ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഫസ്റ്റ് കാര്യമാണ് ഇമ്മ്യൂണിറ്റി. രോഗപ്രതിരോധം, പുറത്തുനിന്നുള്ള ഒരു ആക്രമണത്തെയും വരാതിരിക്കാനും ഇന്റേണലി ഒരു പ്രശ്നം ഇല്ലാതിരിക്കാനും സ്വയം നമ്മളായിട്ട് തന്നെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഈ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ഇനി നേരെ സിബക്ട്രോണിലേക്ക് കടക്കുകയാണ്. എന്താണ് സിബക്ട്രോണിൽ അടങ്ങിയിരിക്കുന്ന ഇത്രയും ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ എന്തെല്ലാം അടങ്ങുന്നു നമുക്ക് നോക്കാം. റെഡി അല്ലേ? ഇമ്മ്യൂണിറ്റി നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടി വിട്ടോളൂ, കാരണം ധാരാളം ഇമ്മ്യൂണിറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അടുത്ത സ്ലൈഡ് പൊക്കോളൂ ഷായ് സാറേ. ജസ്റ്റ് ഒരു ചെറിയൊരു ഹിന്റ് തന്നേ ഉള്ളൂ ഇമ്മ്യൂണിറ്റിനെ കുറിച്ച്. യെസ്, നമ്മൾ നേരെ സിബക്ട്രോണിലേക്ക് പോവുകയാണെങ്കിൽ റിച്ച് ആയിട്ടുള്ള ആന്റി ഓക്സിഡന്റ് ഇവിടെ ധാരാളം ഉണ്ട്. നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സിബക്ട്രോണിൽ ധാരാളം വൈറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്, ആന്റി ഓക്സിഡന്റ് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ സെൽസിനെ ഡാമേജ് ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷനുകളെയോ അല്ലെങ്കിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുകളെയോ മാറ്റിയെടുക്കാനോ കഴിയുന്ന ഒരു ഡിവൈൻ പ്രോഡക്റ്റ് ആണ് സിബക്ട്രോൺ. ഇനി നമുക്ക്
നമുക്ക് ആന്റി ഓക്സിഡന്റ് എന്ന് പറഞ്ഞു. സ്കിന്നിൽ എങ്ങനെയും അത് വൂണ്ട് ഹീലിംഗ്, മുറിവ് എങ്ങനെ ഉണക്കണോ ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് നോക്കാം. ഈ സ്ലൈഡ് അങ്ങനെ തന്നെ കുറച്ച് സമയം കൂടി വെച്ചോളൂ കേട്ടോ. ഓക്കെ, സ്കിന്നിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ പലരും ഓയിൽ സ്കിന്നുകളുണ്ട്, പല പല വെറൈറ്റി ആയിട്ടുള്ള സ്കിന്നുകളുണ്ട്. ഈ സ്കിന്നുകൾ ഏത് ടൈപ്പിലാണെങ്കിൽ ശരി, ഇതൊരു ട്രീറ്റ്മെന്റ് സ്റ്റൈലിലേക്ക്, ഒന്നുകൂടെ ആവർത്തിക്കുന്നു, നമ്മൾ കഴിക്കുന്നത് വഴി, ഈ സപ്ലിമെന്റ് കഴിക്കുന്നത് വഴി ട്രീറ്റ്മെന്റ് ആയിട്ടുള്ള എന്താണോ അതിലേക്ക് ആവശ്യമുള്ള ഓരോ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള രീതിയിലേക്ക് അതിന് വേണ്ടതെല്ലാം കിട്ടുന്നതാണ് ഇവിടെ നേരത്തെ പറഞ്ഞ വൈറ്റമിൻ എയും ഇയും സിയും കെയും അങ്ങനെ ധാരാളം വൈറ്റമിൻസിനെ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ്. സ്കിൻ കെയറിലേക്ക് നമ്മൾ പോയ പോലെ തന്നെ കാർഡിയോ ഹെൽത്തിലേക്ക് ഞാൻ അടുത്ത് പോകുന്നു. കാർഡിയോ ഹെൽത്തിലേക്ക് പോകുന്ന സമയത്ത് കൊളസ്ട്രോൾ ലെവൽ മാനേജ് ചെയ്യാൻ നോക്കൂ, സിബക്ത്രോണ് കഴിയുന്നുണ്ട്. അതിന്റെ പഠനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബ്ലഡിന്റെ ലിപ്പിഡ് പ്രൊഫൈൽസ് കറക്റ്റ് ആക്കാനും അതുപോലെ ഹാർട്ടിലെ ഡിസീസിനെ ഇല്ലാതാക്കിയെടുക്കാനും ആർക്ക് പറ്റും? സിബക്ത്രോണിന് കഴിയുന്നുണ്ട്. ഇനി ഞാൻ ഇമ്മ്യൂണിറ്റിയെ കുറിച്ച് ഒന്നുകൂടെ ഞാൻ പറയാം. സിബക്ത്രോണിന് ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ടോട്ടാലിറ്റിയിൽ സപ്പോർട്ട് ചെയ്യാൻ, ഇമ്മ്യൂണിറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ ഈ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഒക്കെ, അതുപോലെ നമ്മളെ ബൂസ്റ്റിംഗ്, നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പലരും കോവിഡ് വാക്സിൻ ഒക്കെ എടുത്തവരുണ്ട്. പലപ്പോഴും നമ്മൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്ലിമെന്റുകളൊക്കെ കഴിക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്യാൻ, നമ്മളുടെ രോഗപ്രതിരോധ സംവിധാനത്തെ ബൂസ്റ്റ് ചെയ്യാൻ സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ സീന്ന് ടൈപ്പ് ചെയ്യൂ. ഇനി പലപ്പോഴും ഗ്യാസ്ട്രിക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞു വയറുമായി പ്രശ്നങ്ങൾ അല്ലെ, സിബക്ത്രോൺ നമ്മളെ ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ, ദഹനവുമായിട്ടുള്ള പ്രശ്നങ്ങളെ, അൾസർ പോലെയുള്ള ഉള്ളിലുണ്ടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള വയറിളക്കം പോലെയോ അല്ലെങ്കിൽ അതുപോലെ ഇൻഫ്ലമേഷനോ ഒക്കെ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ്ട്രിക്കുമായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നതാണ് കേട്ടോ, ആന്റി ഏജിങ്. ആർക്കും പ്രായമാകാൻ താല്പര്യമുള്ളവരാരുമില്ല. ആന്റി ഏജിങ് പ്രോപ്പർട്ടി ആയിട്ട് ഇവിടെ ധാരാളം ഇതിൽ ഫാറ്റി ആസിഡുകൾ ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ചുളിവുകളോ അല്ലെങ്കിൽ കലകളോ പാടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള ഡാമേജിലേക്ക് പോകാതിരിക്കാൻ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മൃതസഞ്ജീവനിയുടെ കാറ്റഗറിയിലാണ് ഈ പ്രോഡക്റ്റ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏജിങ് ആയിട്ടുള്ള ആന്റി ഏജിങ് പ്രോപ്പർട്ടി ആയിട്ട് ഇതിലെ വ്രിങ്കിൾസ് ആയിക്കോട്ടെ, ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? നമ്മുടെ സിബക്ത്രോണിന് കഴിയുന്നുണ്ട്. ഇനി ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിൽ ധാരാളം, ഇപ്പൊ പലരും ടെൻഷനാണ്, BP ആണ്, അങ്ങനെ പല പല ഇഷ്യൂസുകളാണ്, എനിക്ക് പ്രശ്നങ്ങളാണെന്നൊക്കെ പറഞ്ഞു ധാരാളം നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ കോശങ്ങൾ ഡാമേജ് ആവുന്നുണ്ട്. എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ ഈ ഇൻഫ്ലമേഷനെ മുഴുവൻ റെഡ്യൂസ് ചെയ്യാൻ ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ട് ഒരു കണ്ടീഷൻ ആയിട്ട് നമുക്ക് ഈ ഇൻഫ്ലമേഷൻ ഒക്കെ എന്താണ്, നിരന്തരം നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ വരുമ്പോൾ ആർത്രൈറ്റിസ് അല്ലെ, നമ്മുടെ ആർത്രൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് കടക്കാൻ നമ്മുടെ ഇൻഫ്ലമേഷൻ കഴിയുന്നുണ്ട്. അപ്പൊ അത്തരം പ്രശ്നങ്ങളിലേക്ക് എത്താതിരിക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ സിബക്ത്രോൺ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഒരു ട്രഡീഷണൽ മെഡിസിൻ ആയിട്ട് പഴമക്കാര് ഒരു ട്രഡീഷണൽ മെഡിസിൻ ആയിട്ട് ആണ് ഇതിനെ ശരിക്കും കണ്ടതും ഉപയോഗിച്ചു തോന്നിയത്. അത് വേരിയസ് ആയിട്ടുള്ള വ്യത്യസ്ത ഹെൽത്ത് ചലഞ്ചസിനെ ട്രീറ്റ് ചെയ്യാൻ പണ്ടുകാലം തൊട്ടിട്ട് തന്നെ ഈ സമുദ്രക്കനി അല്ലെങ്കിൽ സിബക്ത്രോൺ മൃതസഞ്ജീവിനി നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നതാണ്. ഇനി അലർജിക് ആയിട്ടുള്ള ചില പ്രശ്നങ്ങളെ പരിഹരിക്കാനും ഒക്കെ ആർക്ക് പറ്റുന്നുണ്ട്? ഇനി ഇതിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസിലേക്ക് നമ്മൾ പോവാണെങ്കിൽ ഈ ഇമ്മ്യൂണിറ്റി ഫംഗ്ഷൻ, കൊളാജിൻ അല്ലെ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന, നമ്മൾ പലരും കൊളാജിൻ വെസ്റ്റീജിന്റെ കൊളാജിൻ ഉപയോഗിക്കുന്ന ആളുകളാണ്. യെസ്, റെഡിയാണോ? കൊളാജിൻ ഉപയോഗിക്കുന്നവരൊക്കെ ഒന്ന് സീന്ന് ടൈപ്പ് ചെയ്യൂ. ഓക്കെ, കൊളാജിൻ ഉപയോഗിക്കുന്നവര്. കൊളാജിൻ ഉപയോഗിക്കുന്ന സമയത്ത് ഈ കൊളാജിന് സപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് അബ്സോർവ് ചെയ്യാൻ ഇതിലെ വൈറ്റമിൻ സി സഹായിക്കുന്നുണ്ട്. ഇപ്പൊ കൊളാജിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ടും അതുപോലെ അയൺ അബ്സോർപ്ഷൻ, പലപ്പോഴും നമ്മുടെ സ്ത്രീ സഹോദരിമാരുടെ അനിമിക് ആവുന്നുണ്ട്. കാരണം പീരീഡ്സ് വരുന്നു, റെഗുലർ പീരീഡ്സ് ആവുന്നവരൊക്കെ ഉണ്ട് ധാരാളം പേര്. ഇങ്ങനെ വരുന്ന സമയത്ത് അനിമിക് ആവാൻ ചാൻസസ് കൂടുതലുള്ളതുകൊണ്ട് അയണിന്റെ അബ്സോർപ്ഷൻ കൃത്യമായിട്ട് ബ്ലഡിലേക്ക് കിട്ടാൻ വൈറ്റമിൻ സി ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. ഇനി ഇതിൽ അടുത്തതാണ് വൈറ്റമിൻ
ഇത് എന്താ ചെയ്യുന്നത്? നമ്മുടെ സെൽസിനെ ഡാമേജിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വൈറ്റമിൻ ഇ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്താണ് വൈറ്റമിൻ കെ. എന്താണ് വൈറ്റമിൻ കെ? ബ്ലഡ് കോട്ടിംഗ് അല്ലെ? ബ്ലഡിന് ഒരു ക്ലോട്ടിംഗ് ഉണ്ട്. മുറിവായാലോ മറ്റേതെങ്കിലും തരത്തിൽ മുറിവുകൾ ഉണ്ടായാൽ അത് ശരിക്കും ആ ക്ലോട്ടിംഗ് ഉണ്ടാവണം. പക്ഷെ നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവങ്ങളിൽ ക്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ ഉണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കാൻ, അതിനെ ഇല്ലായ്മ ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? ഈ വൈറ്റമിൻ കെ ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. അതുവഴി ബോൺ ഹെൽത്തിനെയും നമ്മുടെ ബ്ലഡിന്റെ ഫ്ലോയിനെ സ്മൂത്ത് ആക്കാനും, പലപ്പോഴും നമ്മൾ ഫ്ലാക്സിഡ് ഓയിൽ ഒക്കെ കഴിക്കാറുണ്ട്, ക്രിൽ ഓയിൽ കഴിക്കുന്നവരുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ഒരു സപ്പോർട്ടായിട്ട് ആര് സഹായിക്കുന്നുണ്ട്? സിബക്ത്രോൺ ഈ വൈറ്റമിൻ കെയിലൂടെ തന്നെ സഹായിക്കുന്നുണ്ട്. ഇനി വൈറ്റമിൻ B1 അതായത് തൈമിൻ, ഇതെന്താണ്? നമ്മുടെ ക്രൂഷ്യൽ ആയിട്ടുള്ള എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടും നെർവ്സ്, നമ്മുടെ ഞരമ്പിന്റെ ഫംഗ്ഷൻ അല്ലെ, നമ്മുടെ ആക്റ്റീവ് ലൈഫിനൊക്കെ എന്ത് വേണം? ഞരമ്പുകൾക്ക് എപ്പോഴും നല്ല ബലം ഉണ്ടാവണം. ഇത് വൈറ്റമിൻ B1 അല്ലെങ്കിൽ തൈമിൻ ഇതിൽ അടങ്ങിയിട്ടുകൊണ്ട് ഇതിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിനെ നമ്മളെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് സഹായിക്കും. നമ്മൾ കഴിക്കുന്ന എന്ത് സപ്ലിമെന്റ് ആയിക്കോട്ടെ, ഭക്ഷണം ആയിക്കോട്ടെ, അതിന്റെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നു? വൈറ്റമിൻ B1 സഹായിക്കുന്നുണ്ട്. ഇനി B6 ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെന്താ ചെയ്യുന്ന വെച്ചാൽ, ഇതേപോലെ ഓരോരോ അവയവങ്ങളിലേക്കും ഞരമ്പിലൂടെ കൃത്യമായിട്ട് എത്തിക്കാൻ B6 നമ്മളെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ? ഇനി അടുത്താണ് നമ്മുടെ പ്രഗ്നൻസി അല്ലെ? എല്ലാവരുടെയും ആഗ്രഹമാണ് പ്രഗ്നൻസി. എസെൻഷ്യൽ ആയിട്ടുള്ള കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരെയും പ്രിപ്പയർ ആക്കുന്ന, പലരും ചെറുപ്പക്കാരാണ്, അടുത്ത കുഞ്ഞിനെ ശ്രമിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടാവും. ഇവരൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്സിന്, കുഞ്ഞിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട് ഈ പ്രഗ്നൻസി സ്റ്റേജിലുള്ള എത്തിക്കാനൊക്കെ ഇതിലടങ്ങിയിരിക്കുന്ന ഈ ഘടകങ്ങളെ കൊണ്ട് സഹായിക്കുന്നു. ഇനി ഇതിൽ അടങ്ങിയിരിക്കുന്ന കാൽഷ്യം ഇതിലുണ്ട് കേട്ടോ. കാൽഷ്യം ഈ സിബക്ത്രോൺ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ബോൺസിനെയും മസിൽസിന്റെയും ഫങ്ഷൻ ശരിയായ രീതിയിൽ എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ D3 കാൽഷ്യം ഒക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതിൽ അടങ്ങിയിരിക്കുന്ന ഈ കാൽഷ്യം ഒരു സപ്പോർട്ടായിട്ട് നമ്മളെ കൊടുക്കുന്നു. സോ ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ സീന്ന് ടൈപ്പ് ചെയ്യൂ ഒരിക്കൽ കൂടെ. ക്ലിയർ ആണോ? ഓക്കെ, പ്രഭാകർ സർ, താങ്ക് യു. ഇനി അടുത്തതാണ് മെഗ്നീഷ്യം. ഇതില് നമ്മുടെ എനർജിയുടെ ബോൺ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇതിന് മെഗ്നീഷ്യം നമ്മളെ സഹായിക്കുന്നുണ്ട്. പൊട്ടാസ്യം അതുപോലെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇത് ബ്ലഡ് പ്രഷറിനെ മാനേജ് ചെയ്യാനും അതിന് ഹെൽത്തി ആയിട്ടുള്ള ഹാർട്ട് ഫംഗ്ഷനെ പ്രോപ്പർ ആക്കാനും ആർക്ക് കഴിയുന്നുണ്ട്? ഇതിലടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യം കഴിയുന്നുണ്ട്. മാംഗനീസ് ഉണ്ട്. ഇത് നമ്മുടെ വൂണ്ട് ഹീലിംഗ്, മുറിവ് ഉണക്കാനും മറ്റുമായിട്ട് ഇവിടെ സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന കോപ്പർ എന്താണ്? നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ടിഷ്യൂകളെ കറക്റ്റ് ആക്കാനും ഇമ്മ്യൂണിറ്റി ഫംഗ്ഷൻ പ്രോപ്പർ ആക്കാനും ഇതിലടങ്ങിയിരിക്കുന്ന കോപ്പർ സഹായിക്കുന്നുണ്ട്. ഇനി അയൺ, ഹെൽത്തി ആയിട്ടുള്ള റെഡ് ബ്ലഡ് സെൽസിന്റെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യാൻ, ഓക്സിജൻ കൃത്യമായിട്ട് എത്തിക്കാൻ ആർക്ക് പറ്റുന്നു? സിബക്ത്രോണ് നമ്മളെ സഹായിക്കുന്നു. സിങ്ക് നേരത്തെ പറഞ്ഞു, പ്രോട്ടീൻ, നമ്മുടെ വൂണ്ട് ഹീലിംഗ് പോലെ തന്നെ പ്രോട്ടീൻ സിന്തസിസ് പോലുള്ള പ്രശ്നങ്ങളെ അല്ലെങ്കിൽ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് ഇതിലടങ്ങിയിരിക്കുന്ന സിങ്ക് നമ്മളെ സഹായിക്കുന്നു. ഇനി അമിനോ ആസിഡുകൾ ധാരാളം ഉണ്ട്. ധാരാളം അമിനോ ആസിഡുകൾ ഒന്നിച്ചു പറയുകയാണെങ്കിൽ നമ്മുടെ മെറ്റബോളിസത്തെ കറക്റ്റ് ആക്കാനും, ന്യൂറോ ട്രാൻസ്മിറ്റർ കറക്റ്റ് ആക്കാനും, നമ്മുടെ ആസിഡ് മെറ്റബോളിസത്തെ പ്രോപ്പർ ആക്കാനും, അതുപോലെ പ്രോട്ടീന്റെ ശരിയായ രീതിയിൽ എല്ലാ സെൽസുകളിലേക്കും മറ്റും എത്തിക്കാനും, അതുപോലെ നമ്മുടെ കൊളാജിന്റെ നേരത്തെ പറഞ്ഞ പോലെ ജോയിന്റ് ഹെൽത്തിലേക്കൊക്കെ സപ്പോർട്ട് കൊടുക്കാനും, എനർജി പ്രൊഡക്ഷൻ പ്രോപ്പർ ആക്കാനും, എല്ലാം മസിലിന്റെ ഗ്രോത്തിനും റിപ്പയറിനും ഒക്കെ ഇതിൽ ധാരാളം അമിനോ ആസിഡുകളും അടങ്ങിയിട്ടുണ്ട്. ഇനി ഫാറ്റി ആസിഡിലേക്ക് നമ്മൾ പോവാണെങ്കിൽ ലിനോനിക് ആസിഡ്, നമ്മൾ നേരത്തെ ALA എന്നൊക്കെ പറഞ്ഞില്ലേ, അതെല്ലാം ഇവിടെ ധാരാളം ഉള്ളത് കൊണ്ട് ആൽഫ ലിനോനിക് ആസിഡ് ഉണ്ട്. ഇത് നമ്മുടെ എസെൻഷ്യൽ ആയിട്ട് ഹാർട്ടിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷനെയൊക്കെ പരിഹരിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി ന്യൂട്രിയൻസിലേക്ക് പോകുമ്പോൾ ഫ്ലാവനോയിഡ്സ് ഉണ്ട്. ഇതെന്താണ്? നമ്മുടെ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് കറക്റ്റ് ആക്കാൻ, ആ കോമ്പൗണ്ട് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇനി ഒരു സിബക്ത്രോൺ കൊണ്ട് നമ്മുടെ ഓർഗൻ ബേസ് സിസ്റ്റം, നമ്മുടെ ഓരോരുത്തരുടെ ശരീരത്തിൽ ഏതാണ്ട് ഒരു 200-ലധികം പോയിന്റുകൾ നിങ്ങൾക്ക് പറയാം. അത് സ്കിന്ന് തൊട്ടിട്ട് ഇങ്ങനെ ഒരിക്കൽ കൂടെ വേറൊരു ടൈപ്പിലൂടെ പോകുന്നു. ഓക്കെ, സ്കിന്നിലേക്ക് ഞാൻ വരികയാണെങ്കിൽ ആന്റി ഓക്സിഡന്റ് പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് എന്താണ്? സ്കിന്നിന്റെ ഡാമേജ് കറക്റ്റ് ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇനി
ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ പറ്റുന്നു പറഞ്ഞു, മുറിവുണക്കാൻ പറ്റുന്നു, സ്കിന്നിനെ റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു പറഞ്ഞു, ആന്റി ഏജിങ് പറഞ്ഞു, സ്കിന്നിന്റെ എലാസ്റ്റിസിറ്റി പറഞ്ഞു. ഇനി ഹൈഡ്രേഷൻ, പലരുടെയും സ്കിന്ന് ഡ്രൈ ആവുന്നുണ്ട്, അത് മാറ്റിയെടുക്കാൻ പറ്റുന്നു പറഞ്ഞു. അങ്ങനെ സ്കിന്നിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സൺ UV റേസിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? സിബക്ത്രോണിന് പറ്റുന്നുണ്ട്. ഇനി നമ്മുടെ സ്കിന്നിന് ടോൺ അല്ലെ, ടോൺ നിലനിർത്താൻ വേണ്ടിയിട്ട് ആരൊക്കെ സഹായിക്കുന്നുണ്ട്? ഹൈപ്പർ പിഗ്മെന്റേഷൻ പോലുള്ള പ്രശ്നങ്ങളെ ഇല്ലാതാക്കിയെടുക്കാൻ ആർക്ക് സഹായിക്കുന്നുണ്ട്? നമ്മുടെ സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. സ്കിൻ ക്ലാരിറ്റി, പലപ്പോഴും സ്കിന്നിന്റെ ക്ലാരിറ്റി ക്ലിയർ ആക്കാൻ സിബക്ത്രോൺ സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കുന്ന സമയത്ത് സ്കിന്നിന്റെ എടുക്കുകയാണെങ്കിൽ, ഇനി ഹെയറിലേക്ക് പോവുകയാണെങ്കിൽ ഹെയറിന്റെ ഗ്രോത്ത് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹെയറിന്റെ ടെക്സ്ചർ ശരിയാക്കാൻ, പലരുടെയും അറ്റം മുടി പിളർന്നു പോകുന്നു, കൊഴിഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ വല്ലാതെ കൊഴിഞ്ഞിലാണ്, ഇത്തരം പ്രശ്നങ്ങളൊക്കെ ടെക്സ്ചർ ഒക്കെ കറക്റ്റ് ആക്കാനും, അതുപോലെ ഷൈനിങ് നിലനിർത്താനും. മുടി ഷൈനിങ് നിലനിർത്തുമ്പോൾ ഇത് പറ്റും. ആ ഷൈനിങ് എപ്പോഴും നിലനിർത്തുമ്പോൾ നമുക്ക് ഒന്നുകൂടെ സൗന്ദര്യം കൂടും. ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ളതെല്ലാം ഇവിടെ നമ്മുടെ സിബക്ത്രോണിൽ അടങ്ങിയിട്ടുണ്ട്. ഡാൻഡ്രഫ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഡാൻഡ്രഫ് റിലേറ്റഡ് ആയിട്ടുള്ള ഈ സ്കാൾപ്പ് ഇറിറ്റേഷൻ, തലയുടെ സ്കാൾപ്പിൽ വരുന്ന ഇറിറ്റേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ടും ആക്കിയെടുക്കാൻ നമ്മുടെ എക്സിമ പോലുള്ളതോ അല്ലെങ്കിൽ സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് എത്താതിരിക്കാൻ സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഹെയറിന്റെ മുടിയുടെ റീഗ്രോത്ത്, പലപ്പോഴും ആ ഒരു ലിമിറ്റ് പീരീഡ് കഴിയുമ്പോഴും വീണ്ടും വീണ്ടും നമ്മുടെ മുടി ഗ്രോത്ത് ഉണ്ടാവണം. ആ ഗ്രോത്ത് കൂട്ടാൻ എന്തിനു പറ്റുന്നു? സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ സീന്ന് ടൈപ്പ് ചെയ്തോളൂ. ഇനി ഹാർട്ടിലേക്ക് പോവാണേ. ഹാർട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മുടെ കൊളസ്ട്രോൾ ലെവല് കറക്റ്റ് ആക്കാൻ, അല്ലെങ്കിൽ LDL കൊളസ്ട്രോൾ, ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് നമ്മുടെ സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ബ്ലഡ് ലിപ്പിഡ് പ്രൊഫൈൽസ് കറക്ഷൻ ചെയ്യാൻ സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഇത് കൂടാതെ തന്നെ ബ്ലഡ് വെസൽസ് ഫങ്ഷൻ കറക്റ്റ് ആക്കാൻ, ബ്ലഡിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ ആ മൂവ്മെന്റ് കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി കാർഡിയോ ഫങ്ഷൻ, ഓവറോൾ ആയിട്ടുള്ള കാർഡിയോ ഫങ്ഷൻ കറക്ഷൻ ചെയ്യാൻ സിബക്ത്രോൺ സഹായിക്കുന്നുണ്ട്. ഇനി ഹൃദയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സോ ഇൻഫ്ലമേഷനോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇത് കൂടാതെയാണ് HDL കൊളസ്ട്രോള് എൻഹാൻസ് ചെയ്യാൻ, നല്ല കൊളസ്ട്രോളിനെ നമ്മുടെ ശരീരത്തിൽ നിലനിർത്തി, നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആക്കി നിലനിർത്തി നമ്മുടെ ശരീരത്തെ എന്നും നല്ല മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇത്രയും ഭാഗമാണ് ആ പാർട്ടിലുള്ളത്. ഇനി അടുത്തതാണ് നമ്മുടെ ബ്രെയിൻ ന്യൂറോ സിസ്റ്റത്തെ എങ്ങനെ അത് സഹായിക്കും നോക്കാം. ബ്രെയിൻ ഉണ്ടാവുന്ന ന്യൂറോ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസ് നമ്മൾ വരികയാണെങ്കിൽ, ബ്രെയിൻ ഉണ്ടാവുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഡാമേജുകൾ, കോശങ്ങൾ നശിച്ചു പോവുകയാണെങ്കിൽ, അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള അകത്തു നിന്നോ പുറത്തു നിന്നോ ഏതെങ്കിലും തരത്തില് ഡാമേജ് നമുക്ക് അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിനെ ബാധിക്കുമ്പോൾ അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളെ സഹായിക്കുന്നുണ്ട്. കോഗ്നേറ്റീവ് ഫങ്ഷൻ, മെമ്മറി, ഫോക്കസ്, പലരും പറയാറുണ്ട് ഫോക്കസ് കിട്ടാറില്ല എന്നുള്ളത്. ഫോക്കസ് കൃത്യമാക്കാൻ വേണ്ടിയിട്ടും മെമ്മറി കൃത്യമായിട്ട് കിട്ടാനും നമ്മളെ സിബക്ത്രോൺ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? ഇനിയാണ് നമ്മുടെ മൂഡ്. നമ്മൾ പലപ്പോഴും മൂഡ് മാറുന്നുണ്ട് അല്ലെ? ഈ മൂഡും ഇമോഷണലൊക്കെ ഉണ്ട്. ഈ മൂഡും ഇമോഷനൊക്കെ, ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങളെ, സ്ട്രെസ് കുറയ്ക്കാനൊക്കെ ഇതിലെ ഇൻഗ്രീഡിയൻസ് നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു മിനിറ്റ്. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ നമ്മൾ ടോട്ടൽ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രെയിനിനെ മുഴുവൻ ഡെവലപ്പ് ചെയ്യാനും, നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാനും, നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും, നമ്മുടെ ശരിയായ രീതിയിൽ നെർവ്സിലൂടെ സിഗ്നൽസ് കൃത്യമായിട്ട് എത്തിക്കാനും എല്ലാം സിബക്ത്രോണ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ന്യൂറോ പാത്വേ കൃത്യമാക്കാൻ
ഇനി ഡൈജസ്റ്റീവിലേക്ക് പോവുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള ഡൈജസ്റ്റീവ്. നമുക്ക് ഏറ്റവും വേണ്ടത് നമ്മുടെ ദഹനം ശരിയായാൽ തന്നെ ഏതാണ്ട് പകുതിയിലധികം പ്രശ്നങ്ങൾ തീരുന്നു എന്ന് നമ്മൾ മുൻ ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ സ്മൂത്ത് ആയിട്ടുള്ള ഡൈജസ്റ്റീവ് ആയിട്ടുള്ള നമ്മുടെ ഇറിറ്റബിൾ ബോൾ സിൻഡ്രോം IBS പോലുള്ള നമുക്ക് ഗ്യാസും അസിഡിറ്റി പോലുള്ള പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ, അതില്ലാതാക്കാനൊക്കെ കഴിയുന്നുണ്ട്. ഇനി അതുപോലെ കുടലിന്റെ ആരോഗ്യം അല്ലെ, നമ്മൾ കുടലിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കോംബയോട്ടിക്സിനെ കുറിച്ചൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ കുടലിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ, അവിടെ ഉണ്ടാകുന്ന ഏതെങ്കിലും തരത്തിൽ ഡിസോർഡർ ഉണ്ടെങ്കിൽ അതിനെ കറക്ഷൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. ഇനി നല്ല ബാക്ടീരിയ അല്ലെ, നമ്മൾ പറയാറുണ്ട് കുടലിലെ നല്ല ബാക്ടീരിയ, അതിന് ഏറ്റവും നല്ല പ്രോംപ്റ്റ് ആയിട്ടുള്ള ബാലൻസ് ആയിട്ടുള്ള കഴിവ് കൊടുക്കാൻ, ആ ശക്തി കൊടുക്കാൻ കുടലിന്റെ ബാക്ടീരിയകൾക്ക് ഭക്ഷണത്തെ ദഹിപ്പിക്കാനും നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ബാക്ടീരിയയെ നന്നായി സപ്പോർട്ട് ചെയ്യാൻ ആർക്ക് പറ്റുന്നുണ്ട്? സിബക്ത്രോണിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കഴിച്ച ഭക്ഷണത്തിന് ന്യൂട്രിയൻസ്, നമ്മളെല്ലാവരും സപ്ലിമെന്റുകൾ ധാരാളം കഴിക്കുന്ന ആളുകളാണ്. ഈ ന്യൂട്രിയൻസിനെ മുഴുവൻ അബ്സോർവ് ചെയ്യാനും അത് കൃത്യമായിട്ട് യൂട്ടിലൈസേഷന് സപ്പോർട്ട് കൊടുക്കാനും ആർക്ക് പറ്റുന്നു? സിബക്ത്രോണ് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് നമ്മുടെ ഓക്കെ, ഇനി നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിയെ പോലെ എല്ലാം ടോട്ടൽ നോക്കുമ്പോൾ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ഇതൊരു മൃതസഞ്ജീവിനി കാറ്റഗറിയിൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പറ്റുന്ന, ഞാൻ വളരെയധികം ഓക്കെ, നമ്മുടെ ഞാൻ പറഞ്ഞു വന്ന് ഗട്ട് ഹെൽത്ത് അല്ലെ, കുടലിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ന്യൂട്രിയൻ അബ്സോർവിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് നമ്മളെ എത്തിക്കുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സുകൾ കുറയ്ക്കാനും കുടലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ പൂർണ്ണമായിട്ടും പരിഹരിക്കാൻ ഇതിന് കഴിയുന്നുണ്ട്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ ഞാൻ പറഞ്ഞു, അത് ടോട്ടൽ എല്ലാത്തിനെയും കവർ ചെയ്ത് പോകുന്നുണ്ടെന്ന് പറഞ്ഞു. ഇനി നമുക്ക് ആന്റി ക്യാൻസർ പ്രോപ്പർട്ടീസ് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നമുക്കുണ്ടാവുന്ന സെൽ ഗ്രോത്ത്, നമ്മുടെ ഇന്റേണലി നമ്മൾ കഴിച്ച ഭക്ഷണത്തിലൂടെയോ അറിഞ്ഞോ അറിയാതെയോ എത്തുന്ന ക്യാൻസർ കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനെ തടയാൻ, ആ ഗ്രോത്ത് തടയാൻ സിബക്ത്രോണിന് കഴിയുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സെൽസ് ഡാമേജ് അല്ലെങ്കിൽ ഡെത്ത് ആയിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്തോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തോട്ട് കളയാൻ ആര് സഹായിക്കുന്നുണ്ട്? സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ട്യൂമറിന്റെ സൈസ് വലുതാവാതിരിക്കാൻ സഹായിക്കാൻ ആര് പറ്റുന്നുണ്ട്? സർവൈവൽ ആയിട്ടുള്ള ഒരു ധാരാളം സ്റ്റഡീസിൽ പറയുന്നുണ്ട്, ട്യൂമറിന്റെ സൈസ് വലുതാവാതെ പ്രൊട്ടക്ട് ചെയ്യാൻ സിബക്ത്രോൺ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ യെസ് ടൈപ്പ് ചെയ്യൂ. ശശി സാറെ താങ്ക് യു. അനീഷ് സാർ താങ്ക് യു. അബ്ദുൽ ഗമീർ സാർ താങ്ക് യു. ഓക്കെ ഓക്കെ, ഇനി നമ്മൾ പലപ്പോഴും ഇന്ന് നേരിടുന്ന നമ്മുടെ ഫാമിലി മെമ്പേഴ്സിലെ എല്ലാ ആളാണ് ഡയബറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളെ ബ്ലഡ് ഷുഗർ അല്ലെ, ലോവർ ബ്ലഡ് ഷുഗർ, ആ ലെവല്, ഇതിന്റെ എക്സ്ട്രാക്ഷൻ, ഈ സിബക്ത്രോണിലെ എക്സ്ട്രാക്ഷൻ എങ്ങനെയാണ് സഹായിക്കുന്നത്? ബ്ലഡ്, നമ്മുടെ ഇൻസുലിൻ അല്ലെ, നമ്മൾ പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങൾ ഉൽപ്പാദിക്കുന്ന ഇൻസുലിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ലീഡേഴ്സ് ഒക്കെ ഇങ്ങനെ ക്ലാസ്സുകളിലൊക്കെ പറയുന്ന ഈ ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി കറക്ഷൻ ചെയ്യാൻ വേണ്ടി ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ സിബക്ത്രോൺ സഹായിക്കുന്നുണ്ട്. ഗ്ലൂക്കോസ് മെറ്റബോളിസം കറക്ഷൻ ശരിയാക്കാൻ, അല്ലെങ്കിൽ അതിനെ ആ റിസ്ക്, ഡയബറ്റിക്കിന്റെ റിസ്ക് എത്താതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഡയബറ്റിക് ആയിട്ടുള്ള ന്യൂറോപ്പത്തി എത്തുമ്പോൾ നമ്മുടെ ഞരമ്പുകൾക്കുണ്ടാവുന്ന ഡാമേജ് വരാറുണ്ട്. പലപ്പോഴും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് കുറച്ച് കാലം കഴിയുമ്പോൾ കണ്ണിന് കാഴ്ച കുറഞ്ഞു പോകുന്നുണ്ട്. അതെന്താണ്? ഞരമ്പുകളുടെ പ്രവർത്തനത്തിന് താളം തെറ്റിക്കുന്നു. ഇത് എത്തിക്കാതിരിക്കാൻ, ഈ അവസ്ഥ നമ്മളിൽ ആളുകൾക്ക് ആർക്കും എത്തിക്കാതിരിക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? ഡയബറ്റിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്ന് നെർവ്സ് ഡാമേജ് ആവാതിരിക്കാൻ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സിബക്ത്രോൺ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോവുകയാണെങ്കിൽ കുറേ ഉണ്ട്. ഇനിയും പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ ക്ലാസിന്റെ സമയം ഇനിയും തീരും. അപ്പൊ ഇനി അടുത്ത പോയിന്റിലേക്ക് പോണേ. ഇനി എങ്ങനെ നമുക്ക്, പലപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാര്
മെൻസ്ട്രൽ ഹെൽത്ത് അല്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം നോക്കാം. മെൻസ്ട്രൽ ക്രാംസ് പോലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സീബക്ത്രോണ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ മെൻസ്ട്രൽ സൈക്കിൾ പ്രോപ്പർ ആക്കാൻ നമ്മൾ ശതാവരി മാക്സ് അതുപോലെ തന്നെ ഫോളിക് 9+ ഒക്കെ നമ്മൾ കഴിക്കാറുണ്ടെങ്കിൽ പോലും ഇതിനെ ഒന്നുകൂടെ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ കുറച്ചുകൂടി അല്ലെ, കുറച്ചും കൂടി നമ്മളെ സഹായിക്കാൻ ഈ സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നത്. ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ടാവുന്ന മെൻസ്ട്രൽ ക്രാംസ് പൂർണ്ണമായിട്ടും നമ്മളെ തടഞ്ഞ് വയറുവേദനയോ ബാക്ക് പെയിനോ മസിലുകൾ വലിഞ്ഞു മുറുകുന്നതോ അത്തരം പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ ഇതിന്റെ കൂടെ ഈ സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി മെൻസ്ട്രൽ സൈക്കിളും അതുപോലെ തന്നെ ഹോർമോൺ ബാലൻസ്, ഈ ഹോർമോൺ ബാലൻസ് പോകുമ്പോഴാണ് മുടി കൊഴിച്ചിൽ വരുന്നത്, അതുപോലെ PCOD വരുന്നത്. ഇതെല്ലാം കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ സൈക്കിൾ കൃത്യമായിട്ട് മെൻസ്ട്രൽ സൈക്കിൾ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെൻസ്ട്രൽ സമയത്ത് ഉണ്ടാകുന്ന ബ്ലീഡിങ് ഉണ്ടാവുന്ന അത് ഒരു റെഡ്യൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു ഹെവി ആയിട്ടുള്ള ഓവർഫ്ലോ ആയിട്ട് പലരും ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ കൊണ്ട് അവർക്കൊക്കെ ഒരു സൊല്യൂഷൻ ആണ് എന്ത്, വന്ന ശേഷം ആവുന്നല്ല, ഇതിനു മുമ്പേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിനെ ആ ഹെവി ആയിട്ടുള്ള ഫ്ലോ ഒന്ന് കൺട്രോൾ ചെയ്യാൻ, ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി മെൻസ്ട്രൽ ടൈമിൽ തന്നെ ചില ആളുകൾക്ക് മൈഗ്രെയിൻ പോലെയുള്ള ശക്തമായ തലവേദന ഉണ്ടാവാറുണ്ട്. പലർക്കും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് അങ്ങനെ വരാറുണ്ട് ആ ഒരു പെർട്ടിക്കുലർ സമയത്ത് മാത്രം. ഇങ്ങനെ ഉണ്ടാവുന്ന ഒരുതരം മൈഗ്രെയിൻ പോലുള്ള അതിശക്തമായിട്ടുള്ള തലവേദനകൾക്ക് ഉണ്ടാവുന്ന എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് കുറയ്ക്കാൻ, ഒന്ന് അതിശക്തമായുള്ള അവസ്ഥയിൽ നിന്ന് ഒന്ന് താഴോട്ട് കൊണ്ടുവരാൻ സിബക്ത്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ക്ലിയർ ആണോ? ഇനി നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലുണ്ടാവുന്ന ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ പറഞ്ഞ പോലെ ഫ്രീ റാഡിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാനും നമ്മുടെ സെൽസിന്റെ ഡാമേജിനെ പ്രൊട്ടക്ട് ചെയ്യാനും എല്ലാം നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ omega-3 ആയിട്ടുള്ള ഫാറ്റി ആസിഡുകളുടെ റിച്ച് സോഴ്സ് ആയിട്ടുള്ള ഈ ഡിവൈൻ ആയിട്ടുള്ള ഈ പ്രോഡക്റ്റും അതേപോലെ omega-6 ഫാറ്റി ആസിഡും ALA-യും ഉള്ളത് കൊണ്ടും omega-7 അപൂർവമായിട്ട് ഏത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും പഴങ്ങളിലൂടെയൊക്കെ നമുക്ക് കിട്ടാറുള്ളൂ. പക്ഷെ omega-7 നമുക്ക് സിബക്ത്രോണിലുള്ളത് കൊണ്ട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട് omega-7 ഏത് പ്രോഡക്റ്റിലാണ് വെസ്റ്റീജിലുള്ളതെന്ന്. ധൈര്യമായിട്ട് നിങ്ങൾ പറഞ്ഞോളൂ, omega-7 സിബക്ത്രോണിലുണ്ട്. ഇത് നമ്മളെ ടോട്ടൽ ശരിക്കും ഒരു പ്ലാൻ ബേസ് ചെയ്തിരിക്കുന്ന നമ്മുടെ ശരീരത്തെ മൊത്തത്തിൽ എന്ന് പറയില്ലേ, ഞാൻ അതിനെ അങ്ങനെ പറയുന്നത് ഒന്നും തോന്നണ്ട, നമ്മളെ ശരിയായ രീതിയിൽ എല്ലാ ഫങ്ഷനെയും പ്രോപ്പർ ആക്കാൻ അല്ലെങ്കിൽ അതിനെ സഹായിക്കാൻ നമ്മൾ മിനറൽസ് കഴിച്ചോട്ടെ, ഭക്ഷണം കഴിച്ചോട്ടെ, സപ്ലിമെന്റുകൾ കഴിച്ചോട്ടെ, ഇവിടെ എല്ലാത്തിനെയും നമ്മളെ ഓവറോളിൽ ഒരു സപ്പോർട്ട് കൊടുക്കാൻ omega-7 കഴിയുന്നുണ്ട്. അതുകൊണ്ട് അതൊരു പ്ലാൻ ബേസ്, നമുക്ക് വെജിറ്റേറിയൻ സോഴ്സ് ആണ്, ചെടികളിൽ നിന്ന് കിട്ടുന്നത് കൊണ്ട് തന്നെ ശരീരം പെട്ടെന്ന് തന്നെ അബ്സോർവ് ചെയ്യാനും അത് നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനും ഒക്കെ വളരെ ഈസി ആയിട്ട് കഴിയുന്ന omega-7 ഉള്ള, ഇത് ഓർത്തു വെക്കണം. പലരും വിളിച്ചു ചോദിക്കാറുണ്ട് omega-7 ഉള്ള പ്രോഡക്റ്റ് ഏതാണെന്നുള്ളത്. ഓർത്തു വെച്ചോളൂ, നമ്മുടെ സിബക്ത്രോണിൽ omega-7 ഉണ്ട്. ഓക്കെ, ക്ലിയർ? ഇനി ഈ ഒരു യുണിക് കോമ്പിനേഷൻ നമ്മുടെ ഹാർട്ടിനെ ഹെൽത്ത് ചെയ്യുന്നു പറഞ്ഞു, അതുപോലെ തന്നെ സ്കിന്നിനെയും അതുപോലെ ഇമ്മ്യൂണിറ്റി ഫംഗ്ഷനെയും ഓവറോൾ വെൽബീങ്ങിനെയൊക്കെ നോക്കാവുന്ന പറഞ്ഞു. ഇതില് സിബക്ത്രോണിന്റെ ഈ ഒരു നോക്കുമ്പോൾ ALA ഇതിൽ omega-3 തന്നെ 10 മുതൽ 15% omega-3 അടങ്ങിയിട്ടുണ്ട്. omega-6 20 മുതൽ 30% ഉണ്ട്. omega-7 20 മുതൽ 30% ഉണ്ട്. omega-9 OA എന്ന് പറയുന്നത് 10 മുതൽ 20% സിബക്ത്രോണിലുണ്ട്. അപ്പൊ ഇത് നമ്മുടെ ശരീരത്തിന് വേണ്ടത് എല്ലാ രീതിയിലുള്ള omega-3യുടെ ഒരു അല്ലെങ്കിൽ ഒമേഗ കാറ്റഗറിയിൽ വരുന്നതിലെല്ലാം റിച്ച് ആയിട്ടുള്ള ഒരു സോഴ്സ് ഇവിടെ ഉണ്ട്. നമ്മൾ ഫ്ലാക്സീഡ് ഓയിൽ കഴിക്കുന്നുണ്ട്, ക്രിൽ ഓയിൽ കഴിക്കുന്നുണ്ട്, എല്ലാം ശരിയാണെങ്കിൽ പോലും പക്ഷെ അതിനോടൊപ്പം തന്നെ നമുക്ക് omega-3യുടെ ഒരു റിച്ച് സോഴ്സ് ആയിട്ട് സിബക്ത്രോണും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നേരത്തെ പറഞ്ഞ സ്കിന്നുമായിട്ടുള്ള പ്രശ്നങ്ങളോ ഹാർട്ടുമായിട്ടുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിന്റെ പ്രശ്നങ്ങളോ എല്ലാത്തിനും, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ് ഒരു മൃതസഞ്ജീവനി കാറ്റഗറിയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞത്. ഓക്കെ, ക്ലിയർ?
ഇനി നമ്മൾ മറ്റൊരു രീതിയിലേക്ക് പോവാണേ. നമ്മൾ ധാരാളം പച്ചക്കറികളും പഴങ്ങളൊക്കെ കഴിക്കുന്ന ആളുകളാണ്. എന്തിനാ സപ്ലിമെന്റുകൾ കഴിക്കുന്നത് എന്നൊക്കെ പലരും ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. നമുക്ക് വൈറ്റമിൻ സി എന്നതിൽ നോക്കുകയാണെങ്കിൽ ഓറഞ്ചിനേക്കാളും നമുക്ക് ധാരാളമായിട്ട് ഏതാണ്ട് നമുക്ക് 100 ഗ്രാം ഓറഞ്ച് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഇത് കഴിക്കുന്നത് വഴി 3 മുതൽ 4 മണി, അതായത് ഷാജി സാറ് ഒരു 100 ഗ്രാം ഓറഞ്ച് കഴിക്കാൻ തീരുമാനിക്കുകയാണ്. ആ 100 ഗ്രാം ഓറഞ്ച് കഴിക്കുന്നതിന്റെ 3 മുതൽ 4 മടങ്ങ് വരെ നമുക്ക് വൈറ്റമിൻ സി സിബക്ത്രോണിൽ കിട്ടുന്നുണ്ട്. അതായത് ഒരു 1-2 ഓറഞ്ച് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ, 100 ഗ്രാം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ 3 മുതൽ 4 മടങ്ങ് വരെ സിബക്ത്രോണിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇനി ആന്റി ഓക്സിഡന്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പൊമഗ്രനേറ്റ്, മാതളങ്ങ എന്ന് പറയുന്ന എടുക്കുകയാണെങ്കിലും അതും ഇതുപോലെ എടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 5 മുതൽ 7% വരെ നമുക്ക് 100 ഗ്രാമിനേക്കാൾ മറ്റുള്ളതിനെ അപേക്ഷിച്ചിട്ട് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. ക്ലിയർ? 4 മടങ്ങ് കേട്ടോ, 4 മടങ്ങ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോ പൊമഗ്രനേറ്റേക്കാളും ബ്ലൂബെറീസിനേക്കാളൊക്കെ കൂടുതൽ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി ഫാറ്റി ആസിഡിലേക്ക് പോകണം. omega-3, 6 ഒക്കെ പറയുമ്പോൾ അവക്കാഡോയിലൊക്കെ നമുക്കുണ്ട്, റിച്ച് ഒമേഗ ഉണ്ടെങ്കിൽ പോലും അതിനേക്കാൾ 4 മുതൽ 5 മടങ്ങ് വരെ നമുക്ക് ഈ ഫാറ്റി ആസിഡ് കാറ്റഗറിയിലേക്കും നമുക്ക് പറ്റും. ഇനി വൈറ്റമിൻ എ നോക്കുകയാണെങ്കിൽ ബീറ്റ കരോട്ടിൻ അടങ്ങിയിരിക്കുന്ന ക്യാരറ്റിൽ ബീറ്റ കരോട്ടിൻ ധാരാളം ഉണ്ട്. പക്ഷെ അതിനേക്കാളും 4 മുതൽ 5 മടങ്ങ് വരെ നമുക്ക് ഇതിലൂടെ 100 ഗ്രാം കഴിക്കുന്നതിനേക്കാളും, മിനറൽസിലേക്ക് പോവുകയാണെങ്കിലും അതുപോലെ ഫ്ലാവനോയിഡ്സിലേക്ക് പോവുകയാണെങ്കിലും അങ്ങനെ നോക്കുമ്പോൾ 100 ഗ്രാം സർവ് ചെയ്യുന്ന പഴങ്ങളോ പച്ചക്കറികളിലേക്കാൾ 3 മുതൽ 4 മടങ്ങ് വരെ എന്തെല്ലാം അതിൽ അടങ്ങിയിട്ടുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഒരു നമ്മുടെ സിബക്ത്രോണിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു പഴങ്ങളോ പച്ചക്കറികളോ 100 ഗ്രാം കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്ക് ഒരു 3 മുതൽ 4 മടങ്ങ്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ അറിയണമെങ്കിൽ വൈറ്റമിൻ സി അല്ലെങ്കിൽ ബീറ്റാ കരോട്ടിൻ ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് 3 മുതൽ 4 മടങ്ങ് നമുക്ക് ഇങ്ങനെ സപ്ലിമെന്റ് ചെയ്യുന്നത് വഴി നമുക്ക് അധികമായിട്ട് കിട്ടുന്നു. ക്ലിയർ ആണോ? ഇതൊരു 100 ഗ്രാമിൽ ഈ 3-4 മടങ്ങ് നമുക്ക് ഓരോന്നിലും കിട്ടുകയാണെങ്കിൽ നമുക്ക് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ റിച്ച് ആയിട്ടുള്ള നമ്മുടെ വെൽബീയിങ്ങിനെ ടോട്ടലായിട്ട് സഹായിക്കുന്ന ഒരു വളരെ ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് സിബക്ത്രോൺ. ഇനി കുറച്ചും കൂടി ഇതിന്റെ പഠനങ്ങൾ പറയുകയാണെങ്കിൽ വൈറ്റമിൻ സി ഏതാണ്ട് ഓറഞ്ചും നാരങ്ങയിൽ എല്ലാത്തിനെയും ആ ഒരു പഠനത്തിൽ പറയുന്നത് 300 മുതൽ 400% വരെ മറ്റ് ഓറഞ്ചുകളും ലെമണും ഒക്കെ കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുന്നുണ്ട്, ബ്ലൂബെറീസിനേക്കാൾ കൂടുതലുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ഫാറ്റി ആസിഡുകൾ ആയിക്കോട്ടെ എല്ലാത്തിന്റെയും ശതമാനക്കണക്കിൽ എടുക്കുമ്പോൾ 50% മുകളിലേക്ക് എത്തിക്കാനും ഇതിനുള്ള രണ്ട് തരം പഠനങ്ങൾ, ആദ്യ ഒരു പഠന റിപ്പോർട്ട് പറഞ്ഞു, രണ്ടാമത്തെ പഠനത്തിലും ഈ വൈറ്റമിൻ എ ആയിക്കോട്ടെ 100 മുതൽ 200% വരെ ക്യാരറ്റിനേക്കാളും സ്വീറ്റ് പൊട്ടാറ്റോയേക്കാളും ഒക്കെ, അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ സ്പിനച്ചിനേക്കാളും, എങ്ങനെ നോക്കുമ്പോൾ എല്ലാത്തിലും വളരെ അധികം 4 മുതൽ 20% അങ്ങനെ ഓരോന്നും, അതായത് 4 മടങ്ങിലധികം മുതൽ 200 മടങ്ങ് വരെയും നമുക്ക് എത്തിക്കാൻ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ കഥ വീണ്ടും ആവർത്തിക്കുന്നു. എന്ത്? മൃതസഞ്ജീവിനി ലക്ഷ്മണന്റെ ജീവൻ തിരിച്ചു കിട്ടാൻ കൊണ്ടുവരുന്ന പോലെ നമ്മുടെ മുന്നിലും ഇതുപോലെ ഒരു മൃതസഞ്ജീവിനി നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. അതാണ് വെസ്റ്റീജിന്റെ സിബക്ത്രോൺ. അപ്പൊ നമ്മുടെ ഹാർട്ടിനെ ഹെൽത്ത് ചെയ്യുന്ന സപ്പോർട്ട് കൊടുക്കുന്നു, നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷനെ ഇതാക്കുന്നു, ജോയിന്റ് ഹെൽത്തിന് വേണ്ട omega-3 കിട്ടുന്നു, കണ്ണിന്റെ ആരോഗ്യത്തിന് omega-3 കിട്ടുന്നു, നമ്മുടെ ഫെറ്റൽ ഡെവലപ്മെന്റ്, നമ്മുടെ കണ്ണിന്റെ ആരോഗ്യത്തെ ഡെവലപ്മെന്റ്സിനും പ്രഗ്നൻസിനും സഹായിക്കുന്നു. അങ്ങനെ നോക്കുന്ന സ്കിന്നിലും, അങ്ങനെ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ എല്ലാ സ്ഥലങ്ങളിലും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? നമ്മുടെ സിബക്ത്രോൺ. ഇനി സിബക്ത്രോൺ നമുക്ക് മറ്റ് നമ്മുടെ ഇതിൽ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മുടെ ഇൻക്രീസ് സെക്ഷൽ ഹാപ്പിനെസ് അല്ലെങ്കിൽ അതിലേക്കും സ്റ്റാമിന, ഞാൻ ആദ്യത്തെ നമ്മൾ സ്ക്രീനിൽ കാണുമ്പോൾ സ്റ്റാമിന ഇൻക്രീസ് എന്ന് ഒരു സ്ക്രീൻ വന്നിട്ടുണ്ടാവും, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അപ്പൊ സ്റ്റാമിന എങ്ങനെയാണ് നമ്മളെ സഹായിക്കുന്നത്? നമ്മുടെ ജെൻസിന്റെ ടെസ്റ്റോസ്റ്റെറോൺ എന്ന ഹോർമോണിനെ ഈ omega-7 എന്ത് പറ്റുന്നു? അതിന്റെ പ്രൊഡക്ഷനും അതിന്റെ സപ്ലൈക്കും അതിന്റെ എനർജി ലെവൽ കൂട്ടാൻ അല്ലെങ്കിൽ സ്റ്റാമിന കൂട്ടാൻ ഈ ഒരു ഘടകത്തിന് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡിന്റെ ഫ്ലോ പ്രോപ്പർ ആക്കാൻ, അതുപോലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ എന്ത് പറ്റുന്നുണ്ട്? അതുവഴി
നമ്മുടെ സെക്ഷൽ ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ടുള്ള ഇതിലേക്കും മൃതസഞ്ജീവനി അല്ലെങ്കിൽ നമ്മുടെ സിബക്ട്രോൺ സഹായിക്കുന്നു. സ്പേം ക്വാളിറ്റി, നമ്മുടെ സ്പേം ക്വാളിറ്റി, പലരും പ്രഗ്നൻസി ആവുന്നില്ല അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഇതാവുന്നില്ല എന്നൊക്കെ പറയുന്നില്ലേ, ബീജത്തിന്റെ പ്രശ്നങ്ങളൊക്കെ പറയില്ലേ, അതിന് ആന്റി ഓക്സിഡന്റുകളും ഫാറ്റി ആസിഡുകളും സ്പേമിന്റെ മോർട്ടാലിറ്റിയും അതിന്റെ ശക്തി, വളരെ ലളിതമായി പറഞ്ഞാൽ അതിന്റെ സ്പീഡ്, അതൊക്കെ കറക്ഷൻ ചെയ്യാൻ ഇതിനെ സഹായിക്കുന്നുണ്ട്. ഇനി പലപ്പോഴും ജെൻസിനുണ്ടാവുന്ന പ്രോസ്റ്റേറ്റ് ഹെൽത്ത്, ഇതുമായി ഉണ്ടാവുന്ന ഈ ഹാപ്പി ലൈഫ് കുറയ്ക്കാൻ പ്രോസ്റ്റേറ്റ് ഹെൽത്ത്, നമ്മൾ പ്രോസ്റ്റേറ്റ് കെയർ എന്നൊരു പ്രോഡക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇവിടെ പ്രോസ്റ്റേറ്റ് ഹെൽത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആർക്ക് പറ്റുന്നുണ്ട്? സിബക്ട്രോൺ അവിടെ ഫാറ്റി ആസിഡുകൾ റെഡ്യൂസ് ചെയ്തിട്ട് അവിടെയുള്ള ഇൻഫ്ലമേഷൻ കറക്ഷൻ ചെയ്ത് പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസ്റ്റേറ്റ് ഹെൽത്തിന് സിബക്ട്രോൺ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്ന, പലപ്പോഴും സെക്ഷൽ ഹാപ്പിനെസ് കുറയുന്നതിന്റെ ഒരു പ്രധാന കാരണം എന്താണ്? നമ്മുടെ സ്ട്രെസ് ഒരു കാരണമാവുന്നുണ്ട്. ആ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ omega-7, ഞാൻ നേരത്തെ പറഞ്ഞു omega-7 ഇതിൽ വളരെ കൂടുതലാണ്, നന്നായിട്ടുള്ളതാണ്. ഈ omega-7 നമ്മുടെ സ്ട്രെസ്സിനെ താഴോട്ട് കൊണ്ടുവന്ന് നമ്മുടെ ഹാപ്പി ലെവലിലേക്ക് ഉയർത്താൻ omega-7 കഴിയുന്നുണ്ട്. ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ സീന്ന് ടൈപ്പ് ചെയ്യൂ. ക്ലിയർ ആണോ? യെസ്. ഷക്കീന മാഡം, രേഖ മാഡം, യെസ്. ഓക്കെ, ഞാൻ പേര് വായിക്കുന്നില്ല. ഇനി നമുക്ക് ഇത് ഞാൻ ജെൻസ് നമ്മുടെ സഹോദരന്മാർക്കുള്ള ഇതാണ് ഞാൻ പറഞ്ഞെങ്കിൽ, ഇനി എങ്ങനെയാണ് നമ്മൾ ഈ സിബക്ട്രോൺ വുമൺസ് അല്ലെങ്കിൽ നമ്മുടെ സഹോദരിമാരുടെ ആരോഗ്യത്തെ അല്ലെങ്കിൽ അവരുടെ ഹാപ്പി ലൈഫിലേക്ക് എങ്ങനെ അവരെ കൊണ്ടുപോകുന്നത്? അവരുടെ ബാലൻസ് ഹോർമോൺ, മൂഡ് സ്വിങ് ചെയ്യുന്ന പലരും ഉണ്ട്. അവർക്ക് ലൈഫിൽ നന്നായിട്ട് അവരുടെ പാർട്ട്ണറുടെ കൂടെ എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ബാലൻസ്, ഹോർമോണിന്റെ ബാലൻസ് അവരെ മാറ്റുന്ന വഴി അവിടെയും ഈ omega-7 നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ഹോർമോണിനെ ബാലൻസ് ചെയ്തെടുക്കാൻ, നിങ്ങളുടെ ഹാപ്പി ലൈഫിലേക്ക് പോകാൻ ഈ omega-7 ഇവിടെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെജൈനൽ ഹെൽത്ത് സഹായിക്കുന്നുണ്ട്. ഞാൻ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് ഇനി പറയുന്നില്ല, അത് നിങ്ങൾ ഗസ് ചെയ്തോളൂ. ഓക്കെ, ഇനി ലൂബ്രിക്കേഷൻ, ഇതിനൊക്കെ ആവശ്യമായിട്ടുള്ള ലൂബ്രിക്കേഷൻ ഉണ്ട്. അവിടെയും ഈ omega-7 നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഇത് നമ്മുടെ, ബാക്കി നിങ്ങൾ ഗസ് ചെയ്തോളൂ, നമ്മുടെ ലൂബ്രിക്കേഷൻ ഒക്കെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി മെനോപോസൽ സിംറ്റംസ് കുറയ്ക്കാൻ, രാത്രി കാലങ്ങളിൽ ഹോട്ട് ഫ്ലാഷ് പോലെയുള്ള അമിതമായിട്ടുള്ള വിയർപ്പുകളൊക്കെ ഉണ്ടായിട്ട് നിങ്ങളുടെ മൂഡ് സ്വിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ കറക്ഷൻ ചെയ്യാൻ സിബക്ട്രോൺ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ജനറൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആങ്സൈറ്റിയും കുറയ്ക്കുന്നു, നല്ല ക്വാളിറ്റിയുള്ള ഉറക്കത്തെ കിട്ടുന്നു, നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് omega-7 ബാക്കിയുള്ള വൈറ്റമിൻസും മിനറൽസും ഒക്കെ ഇതിൽ സഹായിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഓവറോൾ വെൽബീയിങ്ങിനെ പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒരു ഓവർ ഹെൽത്ത് തരാൻ ആർക്ക് പറ്റുന്നുണ്ട്? ഇവിടെ സിബക്ട്രോൺ വരുന്നത്. അപ്പൊ ഹോർമോൺ റെഗുലേഷൻ, ബ്ലഡ് ഫ്ലോ ആൻഡ് സർക്കുലേഷൻ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന, കാരണം നമ്മുടെ ഹാപ്പി ലൈഫ് ആണെങ്കിൽ നല്ല ബ്ലഡ് ഉണ്ടാവണം, ആ ബ്ലഡ് നന്നായിട്ട് ഫ്ലോ ഉണ്ടാവണം. അതുപോലെ തന്നെ എനർജി പ്രൊഡക്ഷൻ നമുക്ക് ഉണ്ടാവണം. ഓരോരുത്തരും നമ്മുടെ ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ അഡൾട്ട്സ്, മുതിർന്നവരാണ്. നമ്മുടെ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ളതെല്ലാം നേരത്തെ പറഞ്ഞു. അതുപോലെ സ്ട്രെസ് കുറയ്ക്കാനും മൂഡ് എൻഹാൻസ് ചെയ്യാനും, ഓരോരുത്തരും മൂഡ് ഒന്നും കൂടെ എൻഹാൻസ് ചെയ്ത് നമ്മുടെ ഹാപ്പി ലൈഫിലേക്ക് പോകാനൊക്കെ ആര് പറ്റുന്നു? നമ്മുടെ സിബക്ട്രോൺ നമ്മളെ സഹായിക്കുന്നു. അപ്പൊ വളരെ ലളിതമായി പറയുകയാണെങ്കിൽ നമ്മളെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന ഒരു അമൂല്യമായിട്ടുള്ള വൈറ്റമിൻസിന്റെയും ഒമേഗയുടെയും കലവറയായിട്ടുള്ള ഏഷ്യയിലെ ബെസ്റ്റ് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രോഡക്റ്റ് കമ്പനി ആയിട്ടുള്ള വെസ്റ്റീജിന്റെ പ്രൈം കാറ്റഗറിയിലുള്ള പ്രോഡക്റ്റ് നമ്മുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. ഇനി ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? 100% വെജിറ്റേറിയൻ കാറ്റഗറിയിലുള്ള ഇതാരൊക്കെ യൂസ് ചെയ്തവരൊക്കെ ഒന്ന് ചാറ്റ് ബോക്സിൽ യൂന്ന് ടൈപ്പ് ചെയ്യൂ, ഒന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഉപയോഗിച്ചവരൊക്കെ ആരൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്? ഓക്കെ, ഓക്കെ. എന്റെ അടുത്ത ചോദ്യം, ഇത്രയും മനസ്സിലാക്കിയിട്ടാണോ ജസ്റ്റ് ആ ഒരു പ്രോഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചു എന്നാണോ? ഇത്രയും ഡീപ്പായിട്ട് ഇങ്ങനെ ഒരു പ്രോഡക്റ്റിൽ ഇത്രയും ഗുണങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണോ ജസ്റ്റ് നല്ലതാണ് എന്ന് പറഞ്ഞ് അത്രയും മാത്രം? എങ്ങനെയാണ്? ശിവകുമാർ സാർ നോ പറഞ്ഞു, അദ്ദേഹം എഗ്രി ചെയ്തു കേട്ടോ. ഈ പ്രോഡക്റ്റിൽ
എല്ലാം മനസ്സിലാക്കിയിട്ടാണ് വാങ്ങിച്ചതോ? ഇതുപോലെ മനസ്സിലാക്കിയിട്ടാണോ അതോ? ഓക്കെ, ആരും മനസ്സിലാക്കിയിട്ടല്ല. പക്ഷെ ഇപ്പോ ഇനി ധാരാളം പേര് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ആരൊക്കെ ഇത്രയും കേട്ട സമയത്ത് ഈ പ്രോഡക്റ്റിന്റെ ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു മനസ്സിലാക്കി ആരൊക്കെ വാങ്ങാൻ റെഡി ആയവരൊക്കെ ചാറ്റ് ബോക്സിൽ പർച്ചേസിൽ അല്ലെങ്കിൽ P എന്ന് ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ R എന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ ലീഡേഴ്സ് ശ്രദ്ധിച്ചോളൂ, നമ്മുടെ ധാരാളം പേര് DLCP-കളിൽ നാളെ എത്തും. നിങ്ങൾ എല്ലാവരും അവർക്ക് വേണ്ട സഹായങ്ങൾ നമ്മുടെ ഈ DLCP-യിൽ ഓൾറെഡി പർച്ചേസ്ഡ്. ഓക്കെ, അപ്പൊ ധാരാളം പേര് റെഡിയാണ്. നാളെ DLCP ഈ പ്രോഡക്റ്റിനെ കൊണ്ട് നമുക്ക് കാലിയാക്കണം. ഓക്കെ, അപ്പോ വളരെ ചെറിയ വിലയിലാണ് കേട്ടോ ഇത്രയും ബെനിഫിറ്റ്സ് ഉള്ള ഒരു പ്രോഡക്റ്റ് നമ്മുടെ മുന്നിൽ എത്തുന്നത്. വളരെ 28.33 PV നമുക്ക് കിട്ടുന്നുണ്ട്. MRP 1000 രൂപയാണ്. 850 രൂപയ്ക്ക് നമുക്ക് ഈ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഡെയിലി 1-2 ക്യാപ്സൂള് ഭക്ഷണത്തിന് ശേഷമാണ് ഇത് കഴിക്കേണ്ടത്. ലീല മാഡം ഇന്ന് വാങ്ങി. ഓക്കെ, എന്തായാലും നാളെ കഴിച്ചോളൂ. അപ്പൊ നമ്മൾ എന്തായാലും ഈ ധാരാളം പേരുണ്ട്. ഓക്കെ, ഇന്ന് ഒരുപാട് പേര് യെസ് ആണല്ലോ. പക്ഷെ നമ്മുടെ ടീമിന്റെ ഒരു ഗുണം എന്ന് വെച്ചാലേ വാങ്ങുന്നവരെല്ലാവരും അല്ലെ ഇവിടെ യെസ് എന്ന് പറയുന്നവരെല്ലാം അടുത്ത ദിവസം പോയി പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ് കേട്ടോ. സൂപ്പർ, എല്ലാരും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അപ്പൊ നമ്മുടെ മുന്നില് മൃതസഞ്ജീവിനി നമ്മുടെ മുന്നിൽ പ്രാർത്ഥന, ആരുടെയൊക്കെയോ പ്രാർത്ഥന ഫലമായിട്ട് നമ്മൾ വെസ്റ്റീജിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഉള്ള അവസരമാണ് വെസ്റ്റീജ് നമ്മളെ ഒരുക്കിയിരിക്കുന്നത്. അതിൽ ഒരു നല്ല ഡിവൈൻ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തിയത്, അല്ലെങ്കിൽ നമ്മൾ പരസ്പരം മനസ്സിലാക്കിയത്. നമുക്ക് ഒരുമിച്ച് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റിലൂടെ നമുക്ക് വളരാം. ലാസ്റ്റ് ഭാഗം കൂടെ പറഞ്ഞുകൊണ്ട്, ഇതിന്റെ ഇൻഡസ്ട്രിയുടെ പൊട്ടൻഷ്യല് വളരെ വലുതാണ്. ഏതാണ്ട് ബില്യൺസ് കണക്കില്, ഇനി ആ ഒരു കണക്കെടുക്കുമ്പോൾ സമയം പോകും, അതുകൊണ്ട് ആ ഒരു കണക്കിലേക്ക് ഞാൻ പോകുന്നില്ല. ഏതാണ്ട് ഈ ഒരു സിബക്ത്രോൺ എന്നത് ഇന്ത്യ ഗവൺമെന്റ് ആയിക്കോട്ടെ, വേൾഡ് വൈഡ് ആയിക്കോട്ടെ, എല്ലാ രാജ്യങ്ങളും ഇതൊരു ഇനി ആർമി അല്ലെങ്കിൽ ഒരുപാട് സിയാച്ചിൻ പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് അവിടെ കൊടുക്കാവുന്ന രീതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അത്രയും നമ്മുടെ ജീവൻ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ഡിവൈൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. അതിന്റെ ഇൻഡസ്ട്രിയുടെ വലിപ്പം എന്ന് പറയുന്നത് ഏതാണ്ട് 14% ഗ്രോത്ത് ഉണ്ടെങ്കിൽ തന്നെ ഏതാണ്ട് $784 ബില്യൺ ഈ ഒരു പ്രോഡക്റ്റിന്റെ ഇൻഡസ്ട്രി മാത്രം 2035 ആകുമ്പോഴേക്കും വളരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലം, നമ്മുടെ പലപ്പോഴും നമ്മുടെ ലീഡേഴ്സ് ഒക്കെ പറയാറുള്ള എന്താണ്, വലിയൊരു ഇൻഡസ്ട്രിയിലാണ്, ലോകത്തിലെ ഏറ്റവും വലിയൊരു അവസരത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിൽ എല്ലാവരും മാറി നിൽക്കരുത്, നമ്മൾ ഒരുമിച്ച് വളരാം. താങ്ക് യു സോ മച്ച്. ബാക്ക് ടു MC നമ്മുടെ ഫോസി മാഡം. താങ്ക് യു ആൾ, വിഷ് യു വെൽ. ഈ സീബക്ട്രോൺ എന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ല ഡീപ്പായി തന്നെ സാർ നമുക്ക് പറഞ്ഞു തന്നു. സീബക്ട്രോൺ എന്ന പ്രൊഡക്റ്റിന് ഇത്രയേറെ ഗുണങ്ങളുണ്ടെന്നും അത് കഴിക്കുന്ന വഴി ഉണ്ടാകുന്ന ബെനിഫിറ്റ്സും നമുക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. ഇതെല്ലാവരും സ്വയം വാങ്ങി കഴിക്കുകയും മാക്സിമം പ്രൊമോട്ട് ചെയ്യുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഇന്നത്തെ ഈ പ്രൊഡക്റ്റിന്റെ കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ സെക്ഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചാറ്റ് ബോക്സിലൂടെ കമന്റ് ചെയ്യുക, ഒപ്പം അച്ഛൻ സാറിനെ നന്ദി അറിയിക്കുക. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് വെസ്റ്റീജിലൂടെ നമുക്ക് എല്ലാവർക്കും നല്ല ആരോഗ്യവും സമ്പത്തും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സെക്ഷൻ നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്ത ആഴ്ച വീണ്ടും ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം നമുക്ക്. ഓക്കെ, താങ്ക് യു. വിഷ്വൽ സൈനിങ് ഓഫ് ഫൗസിയ സെനീർ, മൂവാറ്റുപുഴ. താങ്ക് യു ഓൾ.